ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തെ വലുതുമായ റെയിൽവേ ശൃംഖല നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രതിദിനം 20,000-ലധികം ട്രെയിനുകൾ ഓടിക്കുകയും 23 ദശലക്ഷത്തിലധികം യാത്രക്കാരെ വഹിക്കുകയും ചെയ്യുന്ന സംവിധാനം ചരക്ക് നീക്കത്തിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഉപയോഗശൂന്യമായ ട്രെയിൻ എഞ്ചിനുകൾ, കോച്ചുകൾ, വാഗണുകൾ എന്നിവയെ എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രവർത്തന കാലാവധി പൂർത്തിയാകുന്ന ഈ ആസ്തികൾ പാഴ്വസ്തുക്കളായി വിൽക്കുന്നതിലൂടെ ഇന്ത്യൻ റെയിൽവേ മികച്ച വരുമാനം നേടുന്നുണ്ട് എന്നതാണ് സത്യം. 2020 മുതൽ 2024 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ പാഴ്വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ റെയിൽവേ നേടിയത് 19,000 കോടിയിലധികം രൂപയാണ്. ഈ കാലയളവിൽ 6.2 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം ഇരുമ്പിൻ്റെ പാഴ്വസ്തുക്കളാണ് റെയിൽവേ ശേഖരിച്ചത്. ഉപയോഗശൂന്യമായ ആസ്തികൾ പോലും സ്ഥാപനത്തിന് ഗണ്യമായ സാമ്പത്തിക സംഭാവന നൽകുന്നു എന്നതിൻ്റെ തെളിവാണിത്. മിഷൻ സീറോ സ്ക്രാപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതീകരണം ലക്ഷ്യമിട്ട് പഴയ ഡീസൽ എഞ്ചിനുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയാണ്. 2020-നും 2024-നും ഇടയിൽ 1000-ലധികം ഡീസൽ എഞ്ചിനുകളാണ് സർവീസിൽ നിന്നും ഒഴിവാക്കി സ്ക്രാപ്പാക്കിയത്. 2020 ജൂലൈയിൽ ഡീസൽ എഞ്ചിനുകളുടെ സർവീസ് കാലാവധി 36 വർഷത്തിൽ നിന്നും 30 വർഷമായി റെയിൽവേ ബോർഡ് കുറച്ചതോടെ ഈ നീക്കത്തിന് വേഗത കൂടി. 100% വൈദ്യുതീകരണവും പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തലുമാണ് ഈ നീക്കത്തിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. കൂടാതെ പഴയതും ഉപയോഗശൂന്യതുമായ 37,242 പാസഞ്ചർ കോച്ചുകളും വാഗണുകളും റെയിൽവേ നീക്കം ചെയ്തു. ഇതിൽ 24,000-ലധികം ചരക്ക് വാഗണുകളും 12,000-ഓളം പഴയ ICF കോച്ചുകളും ഉൾപ്പെടുന്നു. സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കാനായി ഈ കോച്ചുകൾക്ക് പകരം കൂടുതൽ ആധുനികവും സുരക്ഷിതവുമായ LHB കോച്ചുകൾ കൊണ്ടുവരുന്നത് യാത്രാനുഭവത്തിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. എഞ്ചിനുകൾക്കും കോച്ചുകൾക്കും പുറമെ ട്രെയിൻ സീറ്റുകൾ, എയർ കണ്ടീഷണറുകൾ, ലൈറ്റ് ഹോൾഡറുകൾ, മറ്റ് ഫിറ്റിംഗ്സുകൾ തുടങ്ങി ഇരുമ്പ് കൊണ്ടുള്ളതും ചെമ്പ്, പിച്ചള, അലൂമിനിയം തുടങ്ങിയ വസ്തുക്കളും റെയിൽവേ പാഴ്വസ്തുക്കളായി വിൽക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന പാഴ്വസ്തുക്കൾ 2 മാസത്തിനുള്ളിൽ വിൽക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന കർശനമായ സീറോ സ്ക്രാപ്പ് ബാലൻസ് നയം റെയിൽവേ ഇപ്പോൾ കർശനമായി പാലിക്കുന്നു എന്നതാണ് പ്രധാനം. ഇത് റെയിൽവേ യാർഡുകളിലെ വൃത്തികേടുകൾ ഒഴിവാക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും റീസൈക്ലിംഗ് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ICF കോച്ചുകൾക്ക് 25 മുതൽ 30 വർഷം വരെയും, LHB കോച്ചുകൾക്ക് 35 വർഷം വരെയും, ചരക്ക് വാഗണുകൾക്ക് 30 വർഷം വരെയുമാണ് സർവീസ് കാലാവധി. പ്രവർത്തന കാലാവധി അവസാനിച്ചാലും കോച്ചുകളുടെ ഉപയോഗം അവിടെ അവസാനിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പല ഭാഗങ്ങളും പുനരുപയോഗത്തിനായി എടുക്കുന്നുണ്ട്. കൂടാതെ ഡീകമ്മീഷൻ ചെയ്യുന്ന കോച്ചുകൾ രാജ്യത്തുടനീളം ട്രെയിൻ തീം കഫേകളും റെസ്റ്റോറൻറ്റുകളുമായി രൂപാന്തരപ്പെടുത്തി അധിക വരുമാനം നേടുന്നുമുണ്ട്. ചിലത് റെയിൽവേ യാർഡുകളിൽ താൽക്കാലിക ഓഫീസുകൾ, സ്റ്റോർ റൂമുകൾ, പരിശീലന സിമുലേറ്ററുകൾ എന്നിവയായും ഉപയോഗിക്കുന്നു. കാര്യക്ഷമമായ റീസൈക്ലിംഗ്, പുനരുപയോഗം, പുനർരൂപകൽപ്പന എന്നിവയിലൂടെ ഇന്ത്യൻ റെയിൽവേ വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം ആകെത്തുക.